ക്രിസ്മസിന് പിള്ളേർ വരുമോ? ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ചേ. ഓ, എന്തിനാ? അവർ ഞായറാഴ്ച ഇങ്ങോട്ട് വിളിക്കും, അതല്ലേ പതിവ്. അന്നേരം ചോദിച്ചാൽ പോരെ? അതല്ലെന്നേ, നമ്മുടെ പള്ളിയിലെ പ്രാർത്ഥനയോഗക്കാരെല്ലാം കൂടെ നോമ്പ് വിടലിന് ടൂറ് പോകാൻ പ്ലാൻ ഇടുക. പിള്ളേർ വരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ടൂറിന് പോയാൽ ഒക്കുമോ? മറിയാമ്മേ, അതിന് ഈ ഫോണിൽ ഇന്റർനാഷണൽ കോൾ വിളിക്കാൻ പറ്റത്തില്ലെന്നേ. അല്ലേ പിന്നെ കവലയിൽ മോഹൻ്റെ കടയിൽ പോയി ഇതിൽ കുറച്ച് ഇന്റർനാഷണൽ ടോക്ക് ടൈം ഇടാൻ പറയണം. ഈ മഴയും പിടിച്ച് എന്നെക്കൊണ്ട് വയ്യ അവിടം വരെ പോകാൻ. ചായ, ഇന്നാളെ നമ്മുടെ പള്ളിയിലെ സ്മാർട്ട് ഫോൺ ക്ലാസ്സിൽ പഠിപ്പിച്ചില്ലായിരുന്നോ വാട്സാപ്പ് വഴി ലോകത്ത് ആരെ വേണേലും ഫ്രീ ആയിട്ട് വിളിക്കാമെന്ന്? ശരിയാ, പക്ഷെ ഞാനത് ഇതുവരെ പരീക്ഷിച്ച് നോക്കിയില്ല. ഒന്ന് നോക്കാമല്ലേ? നീ ആ ഫോണിങ്ങെടുത്തേ. ഹലോ അപ്പ. മോനെ, കേൾക്കാമോടാ? ഹലോ അപ്പ, കേൾക്കാം. ഇതെന്നാ വാട്സപ്പ് ഒക്കെ പഠിച്ചോ? അതേടാ, നമ്മുടെ പള്ളിയിലെ സ്മാർട്ട് ഫോൺ ട്രെയിനിങ്ങിൽ പഠിച്ചതാ. ഞങ്ങൾ ഞായറാഴ്ച അങ്ങോട്ട് വിളിച്ചേനല്ലോ. എന്നാ അത്യാവശ്യം വല്ലതും ഉണ്ടോ? ആന്നേ, ഇതേ ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. അവൾ എനിക്ക് സ്വസ്ഥത തരുന്നില്ല. അവൾക്കൊരു കാര്യം പറയാനുണ്ട്. ഹലോ മോനെ. എന്നാ അമ്മേ, എന്നാ പറ്റി? മോനെ, അവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതെ അമ്മേ, എൽസി ഡ്യൂട്ടിക്ക് പോയി പിള്ളേരെ സ്കൂളിൽ വിട്ട് ഞാൻ ഓഫീസിലേക്ക് ഡ്രൈവ് ചെയ്യുക. ഓ, നീ വണ്ടി ഓടിക്കുവാണോ? എന്നാൽ പെട്ടെന്ന് പറഞ്ഞേക്കാം. ഞങ്ങൾ ഈ പ്രാർത്ഥനയോഗക്കാരെല്ലാം കൂടെ നോമ്പ് വിടലിന് ടൂറ് പോകാൻ പ്ലാൻ ഇടുക. നിങ്ങൾ ക്രിസ്മസിന് വരുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം അതിന് പേര് കൊടുക്കാൻ. അതിന് വിളിച്ചതാ. അമ്മേ, എനിക്കിപ്പോൾ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇയറിൻ്റെ ക്ലോസിംഗ് ഒക്കെ അല്ലേ. ഫിസ്ക്കൽ ഇയർ ക്ലോസിംഗ് നടത്താതെ അവധി കിട്ടില്ല. എൽസിയും പിള്ളേരും വരുന്നുണ്ട്. പിള്ളേർക്ക് 2 ആഴ്ച അവധിയല്ലേ. ശരി മോനെ, അതറിയാൻ വിളിച്ചതാ. അപ്പോൾ പിന്നെ പ്രാർത്ഥനയോഗത്തിന്റെ സെക്രട്ടറി ബേബിച്ചാനെ വിളിച്ച് പറഞ്ഞേക്കാം ടൂറിന് വരുന്നില്ലെന്ന്. വേറെ വിശേഷമൊന്നുമില്ലല്ലോ അമ്മേ. എന്നാ ഫോൺ വെച്ചോ. മോനെ, ഈ വീഡിയോ കോൾ ഇതെങ്ങനെയാടാ നിർത്തുന്നേ? അമ്മേ, ആ ചുവന്ന ബട്ടണിലൊന്ന് ഞെക്കിയാൽ മതി. അയ്യോ, അതെങ്ങാണ്ട് പോയല്ലോ. നേരത്തെ ഇവിടെ കാണുന്നുണ്ടായിരുന്നു. ആ, പോയെങ്കിൽ പിന്നെ മുകളിൽ നിന്ന് താഴേക്കൊന്ന് തേച്ചേ. ഇപ്പൊ വരുന്നുണ്ടോ? ഇല്ലടാ മോനെ, എനിക്ക് ഈ സ്മാർട്ട് ഫോൺ ഒന്നും ഒക്കുകയില്ല. എന്നാ പിന്നെ അപ്പൻ്റെ കൊടുക്ക്. സ്മാർട്ട് ഫോൺ ക്ലാസ്സിൽ പോയിട്ട് വല്ലതും പഠിച്ചോ എന്ന് ഇപ്പോൾ അറിയാം. ദേ, കോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ബേബിച്ചാനെ ഒന്ന് വിളിച്ചു തന്നേ. ഹലോ. ഹലോ ബേബിച്ചായ, ഇതെന്നാ ബസ്സിൽ എങ്ങോട്ട് പോവുക? ഞാൻ കറുകച്ച ട്രഷറി വരെ പോവുക. അതെന്നാ പെൻഷൻ ബാങ്കിൽ വരത്തില്ലേ? വരും. ഏറ്റമീനാ പെൻഷൻ എടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവുകയാണ്. വല്ലാത്ത പാടാ ഈ വയസ്സുകാലത്ത് ബസ്സിലൊക്കെ കയറിപ്പോക്ക്. അയ്യോ, അതിനാ പോസ്റ്റ് ഓഫീസുകാരോട് പറഞ്ഞാൽ വീട്ടിൽ വന്ന് ചെയ്തു തരത്തില്ലായോ? അതെ, ശരിയാ. എന്നാലും വല്ലപ്പോഴുമൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടേ? കരകച്ചാൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്ര നാൾ കറങ്ങി നടന്ന സ്ഥലങ്ങളാണ്. പരിചയക്കാർ പലരുമുണ്ട്. മിണ്ടിയും പറഞ്ഞും ഒക്കെ കുറച്ചു നേരം ഇരുന്നിട്ട് ഊണിന് കാലമാവുമ്പോൾ ഞാൻ വീട്ടിലെത്തും. അതാണ് പതിവ്. പിന്നെ ഞാൻ വിളിച്ചതേ ഞങ്ങൾ ടൂർ പ്രോഗ്രാമിന് വരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയാ. അതെന്നാ, നിങ്ങൾ വരുമെന്നാണല്ലോ നേരത്തെ പറഞ്ഞത്. അതെ, പിള്ളേര് ദുബൈയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിനിടയിൽ. ശരിയാ, വർഷാവസാനമൊക്കെ അല്ലേ, എല്ലാവർക്കും ഓരോ പരിപാടിയാ.
ഇനിയിപ്പം ക്രിസ്മസും ന്യൂ ഇയറും പെരുന്നാളും ഒക്കെ കഴിഞ്ഞ് ടൂർ പരിപാടി നടക്കുമെന്ന് തോന്നുന്നുള്ളൂ. അതെ അതെ, എന്നാ പിന്നെ വെച്ചേക്കട്ടെ ബേബിച്ചായ. ആ ശരി. എൽസി ജോർജ് കുട്ടിയൂടെ വരേണ്ടതായിരുന്നു. നമ്മുടെ പള്ളിയിലെ അച്ഛൻ അവൻ്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ചായ, നമ്മുടെ ഇവിടുത്തെ പോലെ മാർച്ചിലല്ല അവിടെ സാമ്പത്തിക വർഷം തീരുന്നത്, ഡിസംബറിലാണ്. അതുകൊണ്ട് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ആർക്കും സമയം അവധിയില്ല. അല്ലെങ്കിൽ എങ്ങനെയും വന്നേനെ. ചായന് അല്ലെ കരോളും മറ്റും എന്തിഷ്ടമാണെന്നറിയാമോ? എപ്പോഴും പറയും. ജോർജായ, പള്ളിയിലെ അച്ഛൻ ഇടയ്ക്കിടെ തിരക്കുന്ന കാര്യം എനിക്കറിയാം. എന്നതാടാ? ഇതുമുതൽ വെക്കാൻ AC വാങ്ങിച്ചു തരാൻ പറ്റിയ ആൾക്കാരെ അച്ഛൻ അന്വേഷിച്ച് നടക്കുക ആയിരിക്കും. അച്ഛനാരാ മോൻ? ശരിയാ, ഞാനും അച്ഛനെ കാണും. 2 വർത്തമാനം പറയാനിരിക്കുക. എന്നതാ ചായ? മാസവരി കൂട്ടി, ദിനപ്പിരിവ് കൂട്ടി, ഇപ്പോ ഇതാ ഗ്രീൻ ഇനിഷ്യേറ്റീവോ അങ്ങനെ എങ്ങാണ്ട് എന്തോ പറഞ്ഞ് ബിഷപ്പിന്റെ കൽപ്പന വന്നു എന്ന് പറഞ്ഞ് സോളാർ വയ്ക്കാൻ പിരിവ് നടത്താൻ പോകുവാന്ന് കേട്ടു. അതല്ലേ ഞാൻ പറഞ്ഞത്. ബിഷപ്പിന്റെ ധൃതി കിട്ടാൻ അച്ഛൻ എന്തും ചെയ്യും. അച്ഛനാരാ മോൻ? അച്ഛൻ അറിയാൻ മേലാഞ്ഞിട്ടാ. നമ്മുടെ നെൽപ്പാട ഇടാണ്ടല്ലേ? കൃഷിയൊക്കെ ഉണ്ടോ ഇപ്പോൾ? ഇല്ല എൽസി, പാടത്ത് കൃഷി ഇറക്കാനൊന്നും ഈ വയസ്സാം കാലത്ത് എന്നെ കൊണ്ട് വയ്യ. വലിയ രീതിയിൽ കൃഷി ഇറക്കുന്ന പാർട്ടികളുണ്ട്. അവർക്ക് പാട്ടത്തിന് കൊടുത്തേക്കുക. 10,000 15,000 അവർ കൊണ്ട് തരും. അതാകുമ്പോൾ തലവേദന ഇല്ലല്ലോ. പക്ഷേ ഒരു കാര്യമുണ്ട്, അവരെല്ലാവരും കൂടെ ഒരുമിച്ചുള്ള കൃഷി ആയതുകൊണ്ട് ഇതിലിപ്പോൾ നമ്മുടെ നിലമേതാ മറ്റുള്ളവരുടെ നിലമേതാ എന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അയൽവക്കത്തൊക്കെ പുതിയ വീടുകൾ വന്നല്ലോ. പിന്നെ ഈവറീസ് കഥായുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഇടവകയിൽ എല്ലാവർക്കും നല്ല ഉന്നതി വന്നുകൊണ്ടിരിക്കുകയല്ലേ. എത്ര പുതിയ വീടുകൾ വന്നെന്നറിയാമോ? എന്താ രാവിലെ തന്നെ 2 പേരും കൂടെ അറയിൽ? ജിബിനും നിനക്ക് അച്ചാർ ഇഷ്ടമാണെന്ന് മറിയാമ്മ പറഞ്ഞു. നമ്മുടെ നാട്ടുമാവയിലെ മാങ്ങ പറിച്ചിട്ട് അച്ചാറാ. എന്താണ് സ്ഥിതി എന്ന് നോക്കുമായിരുന്നു. പിന്നെ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ദുബായിക്ക് തന്നു വിടാൻ വെളിച്ചെണ്ണ ഉണ്ടോന്ന് ജോർജ് കുട്ടി ചോദിച്ചായിരുന്നു. ഓ, അതിനൊന്നും മെനക്കെടണ്ട ചായ. ദുബായിൽ കിട്ടാത്ത സാധനം ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടല്ല മോളെ, നമ്മുടെ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. പറമ്പിൽ നിന്ന് കിട്ടിയ തേങ്ങ അല്ലേ. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും അല്പം ടൈം പാസും അല്ലേ. ജോണിക്കുട്ടി തേങ്ങ ഇട്ട് വെട്ടിത്തരും. ഞങ്ങൾ വെയിലത്ത് വെച്ച് ഉണങ്ങും. 4 ഉണക്ക് കഴിഞ്ഞ് ചിരട്ട വേർപെടുത്തും. പിന്നെ അരിഞ്ഞു വെച്ച് 1 2 കൂടി ഉണങ്ങി മോഹൻ്റെ അവിടെ കൊണ്ട് ആട്ടിക്കും. വെളിച്ചെണ്ണ ആട്ടിക്കിട്ടിയെന്നറിഞ്ഞാൽ പിന്നെ ഇവിടെ അയൽവക്കംകാരുടെ തിരക്കാ. എല്ലാവർക്കും വേണം. കടയിൽ കിട്ടുന്ന മായം ചേർന്ന എണ്ണയല്ല, നല്ല 1-ാം തരം തെളിഞ്ഞ വെളിച്ചെണ്ണയല്ലേ. അമ്മച്ചി പറഞ്ഞത് ശരിയാ മോളെ. പണ്ടൊക്കെ വെളിച്ചെണ്ണ കൊളസ്ട്രോൾ ആണ്, അതിന് പകരം മറ്റെണ്ണകൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു നടന്നവർ ഇപ്പോൾ പറയുന്നു വെളിച്ചെണ്ണയാണ് ബെസ്റ്റ്. ഇന്നാള് ഞാൻ വാട്സാപ്പിൽ കണ്ടു ഒരു അമേരിക്കൻ സായിപ്പ്. അങ്ങേരെന്തോ വലിയ സയൻറ്റിസ്റ്റാണത്രേ. പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണ എത്ര ചൂടാക്കിയാലും കേടാവില്ല, മറ്റെണ്ണകളൊക്കെ ചൂടാക്കിയാൽ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. അല്ല, നിങ്ങൾ 2 പേരും എല്ലാ ദിവസവും ഇത്ര നേരത്തെ എഴുന്നേൽക്കൂ? പിന്നെ അമ്പലത്തിൽ സുപ്രഭാതം വെക്കുമ്പോൾ ഞങ്ങൾ എഴുന്നേൽക്കും. മോൾക്കറിയത്തില്ലേ, നമ്മുടെ തൊട്ട അയൽവക്കമല്ലേ മണികണ്ഠപുരം അമ്പലം. മറിയാമ്മയ്ക്ക് ആ പാട്ട് മുഴുവനും കാണാതെ അറിയാം. ഒന്ന് പാടിക്കേടി. നിങ്ങൾ പോ മനുഷ്യ, സുപ്രഭാതം പാടിക്കൊണ്ടിരുന്നാൽ രാവിലത്തെ കാപ്പിക്ക് വല്ലതും ഉണ്ടാക്കണ്ടേ?
ഇന്നിപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. നമുക്ക് പതുക്കെ ഉണ്ടാക്കിയാ പോരെ. അമ്മച്ചി പാടൂ, പാടമ്മച്ചിയെ. കൗസല്യ സുപ്രജാ രാമപൂർവാ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരസാർദുലാ കർത്തവ്യം ദേവമാഗ്നിതം ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാംഗാന്ത ത്രൈലോക്യം മംഗളം കുരു. അമ്മച്ചി നല്ല കലാകാരിയാണല്ലോ. മോളെ, ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഓ രാമ, കൗസല്യയുടെ ഏറ്റവും മിടുക്കനായ പുത്ര, ഈ ഉഷസന്ധ്യയിൽ അതാ കിഴക്ക് പ്രഭാതം അതിവേഗത്തിൽ വന്നണയുന്നു. നരോത്തമനായി അവിടുന്ന് ദൈവികമായ കർത്തവ്യങ്ങളിലേക്ക് ഉണർന്നാലും. അപ്പച്ചൻ എന്നാ മോശമാണോ? ഇങ്ങേര് പറയുന്നേ നമ്മൾ ക്രിസ്ത്യാനികൾക്ക് മാത്രം വെളുപ്പിനെ ചൊവ്വേ നേരെ പാട്ടും പ്രാർത്ഥനയും ഒന്നും ഇല്ലാന്നാ. മുസ്ലിങ്ങളുടെ ഫജർ നമസ്കാരം അപ്പച്ചൻ അസലായി ചൊല്ലു. ഒന്ന് ചൊല്ലിക്കേ മനുഷ്യ, എൽസി കേൾക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ആ മതി മതി, നിങ്ങൾ പോയാ നിലവറയൊന്ന് തുറന്നു നോക്കിക്കേ. തേങ്ങ വല്ലതും കിടപ്പുണ്ടോന്ന്. മഴ മാറുമ്പോൾ വെട്ടി വെയിലത്ത് വയ്ക്കാം. മോളെ, ഇത് കണ്ടോ? ഇതാണ് പണ്ടേ കാലത്തെ തച്ചന്മാരുടെ കരവിരുത്. വെള്ളം പൊങ്ങിയാൽ പോലും ഇതിനകത്ത് കേറില്ല. അങ്ങനെയാണ് ഇതിന്റെ നിർമ്മിതി. 18ലെ വെള്ളപ്പൊക്കത്തിന് തോട്ടിന്ന് വെള്ളം കവിഞ്ഞു വന്നു. പക്ഷെ ഒരു തുള്ളി വെള്ളം അകത്ത് കടന്നില്ല. പണ്ടത്തെ തച്ചന്മാരുടെ കൗശലമൊന്നും ഇപ്പോഴത്തെ എഞ്ചിനീയർമാർക്കില്ല. ജോണിക്കുട്ടി, കൊച്ചുമോൻ ജിബിനെയും കൂട്ടി നമുക്ക് പറമ്പൊന്ന് നോക്കാൻ പാം. അവൻ എപ്പോഴും മൊബൈൽ നോക്കി ഇരിപ്പാ. തേയ്മാനം ഒക്കെ ഉള്ളതല്ലേ, പറമ്പിൽ കൂടെ നടക്കാനാവുമോ? ആ, അത് സാരമില്ലടാ. ആ പയ്യൻ ഗൾഫിലെ മണലാരണ്യമല്ലേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ പ്രകൃതിയുമായിട്ടൊന്ന് പരിചയമാകട്ടെ. ഇത് ശരിയാ. ഞങ്ങളുടെ വീട്ടിലും പിള്ളേർ ഇത് തന്നെയാ സ്ഥിതി. ഏതു നേരം നോക്കിയാലും ഇതും നോക്കി മറ്റു കുന്ത്രാണ്ടോ തിരി ഒരേ ഇരിപ്പാ. വിളിച്ചാലൊട്ട് കേൾക്കത്തുമില്ല. മോനെ ജിബിനെ ഇങ്ങ് ഇറങ്ങി വാ. മോനെ, എപ്പോഴും ഈ മൊബൈൽ നോക്കിയിരുന്നാൽ കണ്ണടിച്ചു പോകത്തില്ലേ? ഇല്ല പച്ച, ഒരു ദിവസം 1-2 മണിക്കൂറൊക്കെ സ്ക്രീൻ ടൈം സയന്റിസ്റ്റ് അലോ ചെയ്യുന്നുണ്ട്. ജോണിക്കുട്ടി, ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളില്ല. ശരിയാ, നമ്മുടെ ഇപ്പൊ ഗൾഫിലുള്ള മിക്ക പിള്ളേർക്കും ചെറുപ്പത്തിലെ കണ്ണാടിയുണ്ട്. അത് കർത്തവ്യമാണ്. ചില ചിൽഡ്രൻസ് സ്കൂൾസ് വീട്, സ്കൂൾ ബസ്, സ്കൂള്, ഡിഗൈൻ വീട്, അങ്ങനെയാണ്. അതുകൊണ്ട് കണ്ണ് ദൂരെയുള്ള പ്ലേസിലേക്ക് ഫോക്കസ് ചെയ്യാത്തത് കൊണ്ടുള്ള ക്ലോസ് പ്രോക്സിമിറ്റി ഇഷ്യൂ ആണ്. ശരിയാ, മോൻ മിടുക്കനാ. ഒക്കെ ആരാ പറഞ്ഞു തരുന്നേ? ഞാൻ ഗൂഗിൾ ചെയ്യുന്നതാ, പിന്നെ റെഡിറ്റിൽ ആക്റ്റീവ് ആണ്. മോൻ ഇനി അപ്പച്ചന്റെ അമ്മച്ചിയുടെ നാട്ടിൽ നിന്നാ പ്രസാബിയ ഒന്നും ഉണ്ടാകത്തില്ല. മോൻ സൂക്ഷിച്ച് നടക്കണേ. അതെ അതെ, നീ ആ ഫോൺ എടുത്ത് പോക്കറ്റിലിടെ. കയ്യിൽ നിന്ന് പോയാൽ കുഴിയും ചുഴിയും ഒക്കെയാ. ലോകം ചുറ്റിക്കറങ്ങിയ സന്തോഷ് കുളങ്ങര പോലും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാട് പോലെ ഇത്ര മനോഹരമായ മറ്റൊരു നാടില്ലെന്നാ. ശരിയാ, പക്ഷേ ഈ നശിച്ച കക്ഷി രാഷ്ട്രീയം ആണെല്ലാം കുട്ടിച്ചോറാക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലില്ലാത്ത സസ്യലതാദികളുണ്ടോ, ജീവജാലങ്ങളുണ്ടോ? ഹ്യൂമിഡിറ്റിയും ഉണ്ട്. അതെ അതെ, അതല്ലേ നമ്മുടെ കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി ആക്കുന്നത്. ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞാൽ മതിയോ? വൈറ്റിലോട്ട് വല്ലതും പോകണ്ടേ? സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ എന്നാ വിലയാ. റേഷൻ കടയിലാണ് ഒന്നും കിട്ടാനില്ല, പെൻഷൻ പോലും കിട്ടുന്നില്ല. അപ്പട്ടവർ എങ്ങനെയാ ജീവിക്കുന്നേ? ശരിയാ, അത് പറഞ്ഞാൽ പിന്നെ രാഷ്ട്രീയമാകും. ഈ കൊച്ചിന് ഇവിടുത്തെ രാഷ്ട്രീയം ഒന്നും അറിയത്തില്ലല്ലോ. വെള്ളം കുടിച്ചാ മോനെ. മോനെ, നിനക്ക് നീന്തൽ അറിയില്ലേ? കണ്ടോ, ഇവന് ലോകത്തെ സർവ്വ കാര്യങ്ങളും അറിയാം, പക്ഷെ സ്വയം രക്ഷിക്കാൻ അറിയില്ല. എന്തായാലും നനഞ്ഞു. ഇനി മോനെ നീന്തൽ പഠിപ്പിച്ചിട്ട് നമുക്ക് കയറിയാ മതി. ചായ. അതെ അതെ, നീന്തൽ ഒരു ലൈഫ് സ്കില്ലാണ്. എവിടെ പോയാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നീ അവനെ ആദ്യം വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യാൻ പഠിപ്പിക്കുക, പുറകെ നീന്തി നടക്കാനും പഠിപ്പിക്കണം. അച്ഛാ, വാ വാ. ഞാൻ അങ്ങോട്ട് പള്ളിയിലോട്ട് വന്ന് അച്ഛനെ കാണാനിരിക്കുമായിരുന്നു. എന്നാ കാര്യം ചോദിച്ചാ? അതൊക്കെ പിന്നെ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. അച്ഛൻ ഇപ്പൊ ഈ നാട്ടിലോട്ട് കയറിയാട്ടെ. ആ ശരി. 2-3 ആഴ്ച ആയല്ലോ നിങ്ങളെ പള്ളിയിലോട്ട് കണ്ടിട്ടെ. അതെന്നെ തിരക്കായി പോയി.
എൽസി മോനും ക്രിസ്മസിന് വരുമായിരുന്നു. ഞങ്ങൾ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു. അതെന്നാ ജോർജ് കുട്ടി വന്നില്ലേ? ഇല്ല അച്ഛാ, ജോർജ് കുട്ടിച്ചായനെ അവരുടെ വലിയ ജോലി തിരക്ക്. അയ്യോ, അത് വലിയ ചതിയായി പോയി കേട്ടോ. അതെന്നാ അച്ഛാ അങ്ങനെ പറഞ്ഞത്? അല്ല, ക്രിസ്തുമസ് എല്ലാരും ഉള്ളതല്ലേ നല്ലത്. മോനെന്നെ എപ്പോഴും മൊബൈലിലാണോ? ഒന്നും പറയണ്ട അച്ഛാ ഇവന്റെ കാര്യം. മൊത്തം മുഴുവനും കൊതുകാന്നും പറഞ്ഞു ഇതിനകത്ത് മൊബൈലും കുത്തി ഇരിപ്പായപ്പോഴും. മോനെ, മനുഷ്യൻ എല്ലാ കാലവും പ്രകൃതിയുമായി പഴകി വേണം ജീവിക്കാൻ. കോവിഡ് അത് നമ്മളെ പഠിപ്പിച്ചതാണ്. കറക്റ്റാണ് അച്ഛാ. അന്ന് കൃഷിക്കാരില്ലായിരുന്നേ മനുഷ്യൻ പട്ടിണി കിടന്ന് ചത്തേനെ. നമ്മുടെ സഭയുടെ ആരാധനയ്ക്ക് പ്രകൃതിയുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. അതുകൊണ്ടാണ് എല്ലാ പ്രധാന ശുശ്രൂഷകളിലും നമ്മൾ എല്ലാ ദിക്കിനെയും ആശീർവദിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന അപ്പവീഞ്ഞുകൾ തുടങ്ങി പെരുന്നാളുകളുടെ പ്രദക്ഷിണം വരെ ഒട്ടേറെ കാര്യങ്ങൾ പ്രകൃതിയുമായുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത്. അതെ, ഉൽപ്പത്തി പുസ്തകം 2:15 യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ അച്ഛാ? യെസ്, മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ് ഈ ഭൂമിയെ അതുപോലെ തന്നെ അവന്റെ ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും. ഏതോ ഒരു സിനിമയിൽ അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, ഇതിനോ ആദമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി, തോട്ടം സൂക്ഷിപ്പാനോ കായികനികൾ ഭക്ഷിപ്പാനോ. അമ്മാമ്മേ, കൊച്ചുമോൻ വന്നോണ്ടാണോ? അപ്പന്റെ നല്ല മൂഡിലാണല്ലോ. ഇന്ന് അവരെ പറമ്പിലും തോട്ടിലും വെള്ളത്തിലും ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നതേ ഉള്ളൂ. എന്റെ അച്ഛ ഇതിനിടയില് വെള്ളത്തിൽ പോയി. അവൻ നീന്തൽ അറിയത്തില്ലെന്ന് ഇപ്പോഴായി അറിഞ്ഞത്. പിന്നെ ജോണിക്കുട്ടി അവനെ നീന്തൽ പഠിപ്പിക്കുകയായിരുന്നു. ആരാ ജോണിക്കുട്ടി? അച്ഛനറിയത്തില്ലയോ? പുള്ളിക്കാരനാണ് ഇവിടുത്തെ എല്ലാം ഞങ്ങളുടെ സഹായി. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ജോണിക്കുട്ടിയും അവനെ പറമ്പ് കാണിക്കാൻ പോയത്. പെട്ടെന്ന് കൊച്ചുമോൻ വെള്ളത്തിൽ പോയി. ജോണിക്കുട്ടി ഉണ്ടായിരുന്നത് കൊണ്ട് ആടി വീണ് കരയിൽ കയറ്റി. കാര്യം ഞാൻ ചെറുപ്പം തൊട്ട് ഈ തോട്ടിലെ വെള്ളത്തിൽ കളിച്ച് വളർന്നതാണേലും പ്രായമായില്ലേ, ഏതായാലും കൊള്ളാം. അവൻ ഒരു സ്കിൽ പഠിച്ചു, നീന്തൽ. ശരിയാ, നീന്തൽ പ്രാഥമികമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു നൈപുണ്യമാണ്. വിദേശ രാജ്യങ്ങൾ അവിടെ സ്ത്രീകൾ പ്രസവിക്കുന്നത് വെള്ളത്തിലാണ്. അതുകൊണ്ട് തിരിച്ചു വീഴുന്ന കുഞ്ഞു പോലും ആദ്യം തന്നെ നീന്തൽ പഠിക്കുന്നുണ്ട്. പറഞ്ഞിരുന്ന സമയം പോയി. മണിയുടെ എവിടെ പിന്നെ കിടക്കാവോ? പിന്നെ പ്രായമായാലും കുഞ്ഞുമോന്റെ മണിയരി ഉഷാറാ. പിന്നെ ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചത് സ്വകാര്യമാണ്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. അച്ഛാ, നമ്മുടെ പള്ളിയിലെ പുതിയ ഭരണസമിതി വന്നേ പിന്നെ ഭയങ്കര ചെലവാണെന്ന് ഒരു സംസാരം അവരേലൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. മറിയിച്ചായ അച്ചായം പുരോഗതി വരുന്ന ആളല്ലേ. ബഡ്ജറ്റും പലവഴിയ കണക്കുകളും ഓഡിറ്റും എല്ലാം നമ്മൾ അവിടെ അവതരിപ്പിക്കാറുള്ളതല്ലേ. സംശയം ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ പോലെ. അല്ലാതെ അവിടെ ഇവിടെ നിന്ന് ഇതൊന്നും പറയേണ്ട കാര്യമുണ്ടോ? അതൊക്കെ കേട്ടുകൊണ്ട് ഈ ഇടവയ്ക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ശരിയാ, അവരുടെ ഒരു കൺസേൺ ഞാൻ കേട്ടത് അങ്ങനേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. എല്ലാവരും ക്രിസ്തുമസ് വെക്കേഷൻ എങ്ങനെ ആഘോഷിച്ചു? നാട്ടിൽ പോയോ അതോ ടൂർ പ്രോഗ്രാമിലായിരുന്നോ? എവിടെയൊക്കെയാണ് ടൂർ പോയത്? ബാംഗ്ലൂർ, കൊടൈക്കനാൽ. അത് ടീച്ചറെ, ഞാൻ നാട്ടിൽ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കൂടെ ആയിരുന്നു. അവിടെ എനിക്ക് ആദ്യം ഒട്ടും ഇഷ്ടമായില്ല. ഉറുമ്പിനെയും പാറ്റായും എല്ലാം എനിക്ക് പേടിയായിരുന്നു. ഞാൻ മുറിയിൽ തന്നെ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മൊബൈൽ കളി കണ്ടിട്ട് അപ്പച്ചൻ എന്നെ കൈക്ക് പിടിച്ച് അപ്പച്ചൻ്റെ കൃഷി സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ആ കാഴ്ച എത്ര മനോഹരമായിരുന്നു. പച്ച പിടിച്ച കൃഷിസ്ഥലം ഞാൻ ആദ്യമായാണ് അടുത്ത് കാണുന്നത്. പക്ഷികളുടെ കരച്ചിലും പുഴയിലെ വെള്ളവും എനിക്ക് ഏറ്റവും ഇഷ്ടമായി. എന്ത് രസമായിരുന്നു. പുഴയുടെ വക്കിലൂടെ നടന്നു പോകുമ്പോൾ അറിയാതെ ഞാൻ കാൽ തെറ്റി പുഴയിൽ വീണു. ജോണിയങ്ങൾ പെട്ടെന്ന് വന്ന് എന്നെ പിടിച്ചു കയറ്റി. മാത്രമല്ല, വെള്ളത്തിൽ നീന്തൽ എന്നെ അപ്പച്ചൻ പഠിപ്പിച്ചു. കുട്ടികളെ, ജിബിൻ പറഞ്ഞത് കേട്ടല്ലോ, വളരെ നന്നായിരുന്നു. ഈ ഭൂമിയിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത് ഈ ഭൂമിയെ സംരക്ഷിക്കുന്നതിനും ഇതിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിനും ഇതിൽ അധ്വാനിച്ച് ഉപജീവിക്കുന്നതിനുമായിട്ടാകുന്നു. വരും തലമുറയ്ക്ക് വേണ്ടി ഈ ഭൂമിയെ മാലിന്യരഹിതമായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പ്രിയപ്പെട്ട ജിബിൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കൂടെയുള്ള
ചെലവഴിച്ചതിൽ നിന്ന് 3 കാര്യങ്ങളാണ് ജിബിൻ പഠിച്ചത്. ഒന്നാമതായിട്ട് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത് പോലെ യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. രണ്ടാമതായിട്ട് വെള്ളത്തിൽ പോയാൽ അവിടെ നിന്ന് തനിയെ രക്ഷപ്പെടുന്ന എങ്ങനെയെന്നുള്ളത് ലൈഫ് സ്കിൽ പഠിച്ചു. മൂന്നാമതായിട്ട് മൊബൈലിൻ്റെ അഡിക്ഷൻ മാറിക്കിട്ടി. ജിബിനെ നമുക്കെല്ലാവർക്കും ഒരു നല്ല ക്ലാപ്പ് കൊടുക്കാം.